ഇന്ന് ശരിയാക്കി തരാം. എന്താണ് തല ഇന്ന് ക്യാപ്റ്റനാ, MSD ക്യാപ്റ്റൻ. അതുകൊണ്ടാണ് മഞ്ഞ ടീഷർട്ട്. ഞങ്ങൾ CSK കാർക്ക് MSD ക്യാപ്റ്റൻ ആയ പിന്നൊന്നും നോക്കാനില്ല, ടീം ജയിച്ചിരിക്കും. അതാണ് ഞങ്ങളൊരു സ്ഥിരമുള്ള MSD ക്യാപ്റ്റൻ ആണെങ്കിൽ പിന്നെ നോക്കണ്ട. അപ്പൊ ക്യാപ്റ്റൻ അല്ലാതെ ടീമിലുണ്ടായാലോ? ക്യാപ്റ്റൻ ടീമിന്റെ എന്താ കുഴപ്പം? സാറല്ലേ മൂപ്പര് അടിച്ചല്ലോ. എത്ര സ്ഥാനത്താ? അത് സ്ഥാനം നോക്കാം, ആകെ 2-3 കളി കഴിഞ്ഞാണ്ട് സ്ഥാനം നോക്കാൻ. ഞങ്ങള് എത്ര സ്ഥാനത്ത് അറിയോ? നിങ്ങൾ 2 കളി കളിച്ചിട്ടുള്ളൂ. 2 കളി കളിച്ചു, 2 ജയിച്ചു. 2 കളിയിൽ കളിച്ചിട്ടുള്ളൂ. വലിയ വർത്തമാനം പറയാനൊന്നുമില്ല. അതിന് തീരുമാനമാവും. 3 കളി കളിച്ച് 2 ഞങ്ങളെ ക്യാപ്റ്റൻ ഒക്കെ പറയാ യങ്സ്റ്റർ ആണെങ്കിലും അക്ഷർ പട്ടേൽ എക്സ്ട്രാ, അയാളൊക്കെ എത്ര കാലമായി കളിക്കുന്നു. പക്ഷെ ക്യാപ്റ്റൻ എന്ന നിലയിൽ വളരെ പുതുമുഖാണ്. അതിനേക്കാളും വലിയ യങ്സ്റ്റർ ആണ് ഞങ്ങൾ. കീപ്പറായിരിക്കും ഞങ്ങൾ 43-കാരനായ ചെറുപ്പക്കാരൻ മൈക്കസി പറഞ്ഞില്ലേ, അത് ക്യാപ്റ്റൻ ആവും. ഇപ്പൊ രുദ്രാജ് ഇല്ലെങ്കിൽ ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞ വർത്താനം കേട്ടില്ല. അതൊക്കെ ഞങ്ങളൊരു യുവാവ് ഇങ്ങനെ സ്റ്റെമ്പിന്റെ അങ്ങനെ വളർന്നു വരുന്നുണ്ട്. കുറച്ചൊക്കെ ക്യാപ്റ്റനൊക്കെ ആയൊക്കെ പരിചയമുണ്ട്. മൂപ്പരെ ക്യാപ്റ്റൻ ആക്കും വേണ്ടി. എന്നാൽ രുദ്രാജ് ഇല്ല ഞങ്ങൾ ഉറപ്പിച്ചൊന്നും പറഞ്ഞില്ല. മൂപ്പരെ കയ്യിൽ നേറുണ്ട് ഒരു ചെറിയ പ്രശ്നം. അത് ഓക്കെ ആണെങ്കിൽ മൂപ്പര് കളിച്ചു, ഇല്ലെങ്കിൽ നിങ്ങളെ കാര്യം കട്ടപ്പോകാം. നിങ്ങളെ ക്യാപ്റ്റന് തലയായ ഞങ്ങൾക്ക് അത്ര ഈസി. എന്ത് ഈസി? ഞങ്ങളെ ബാറ്റ്സ്മാനൊക്കെ അടിച്ചു. ഡൂപ്ലസി എത്താ കാട്ടുക ഞങ്ങൾക്ക് അറിയണ പോലെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അശുതോഷ് ശർമ്മ അവനൊന്നും കൂടി പറ്റില്ല. പിന്നെന്താ പോരല്, പിന്നെ ഒന്നുമില്ല KL രാഹുല്. പിന്നെന്താ ഇവരൊക്കെ പോരെ? ഒന്നും ഈ IPL ഒന്നും കാട്ടില്ല. കഴിഞ്ഞ അടിപൊളി 6 ഒക്കെ കണ്ടില്ലേ? പിന്നെന്താ ഫോം ആയി ഇപ്പൊ ഭയങ്കര പ്രത്യേക T20 ഉഷാറായി കളിക്കണം എന്ന് പറഞ്ഞ തന്നെയാണ് മൂപ്പര് ടെസ്റ്റ് മോഡൊക്കെ ഒഴിവാക്കിയാണ്. നൂറാമിന്റെ ബന്ധുടങ്ങൾ ആരുമായിട്ടില്ല. ഞങ്ങൾ കുൽദീപ് യാദവിന്റെ മുമ്പിലാ. കുൽദീപ് യാദവ് ഉഷാറാണെങ്കിൽ ധോണി ഉണ്ടാവണം എന്നാണ് മൂപ്പരെന്നെ പറഞ്ഞാണ്. അതോടുകൂടി പഴയ കുൽദീപ് ഒന്നും ഇപ്പൊ അതൊന്നുമല്ല. ഞങ്ങള് കുൽദീപ് യാദവിന്റെ ആ ഗൂഗിളി എന്തെങ്കിലും കോൺവേയും രജിനും കൂടിയാണ്ട് ഇറങ്ങുമ്പോ ഋതു ഇല്ലെങ്കിൽ പകരം കോൺവേയാണ്. നിങ്ങളെ കാര്യം ഇന്ന് കട്ടപ്പോകാൻ ശിവൻ ദ്യൂപുണ്ട് നിങ്ങളെ സ്പിൻ അടിച്ച് നിർത്താൻ. മതിയല്ലോ നിങ്ങളിപ്പോ അക്ഷർ പട്ടേലും കഴിഞ്ഞ കളി നോക്കണ്ട. മിക്ക കളി നല്ലോണം കിട്ടി. ഫൈനലിലും കാട്ടിക്കണേ നിങ്ങൾക്ക് അയ്യോ ഒരു എന്തൊരു ഏറാണ്. ഓർക്കാൻ കൂടി ഉണ്ടാവില്ല. അമ്മാരി കിട്ടിട്ട് അപ്പുറത്ത് പോയിണ്ടാവും. വേറൊന്നും കൂടി നിങ്ങൾക്ക് പ്രശ്നം. ഞങ്ങൾക്ക് ഇന്ന് നട്രാജ് ഇറങ്ങാൻ സാധ്യത കൂടുതലാ. നട്രാജ് ഒന്നും പരിക്കറ്റിയാണ് ചിലപ്പോ ഇറങ്ങുന്നല്ലേ പറഞ്ഞു. ഇവിടെ നട്രാജിന്റെ കുട്ടികൾക്ക് നട്രാജിന്റെ ഓപ്പണിംഗ് ബോളിംഗ് അല്ലെ ആ എന്റെ ഇന്നിങ്സിന്റെ എൻഡിലെ കയറേണ്ട ഓവർക്ക് ഞങ്ങള് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളെ കൊണ്ട് കെജൂല നിങ്ങൾക്ക് അറിയാം. മൂപ്പര് അത് തെളിയിച്ചല്ലേ അതൊക്കെ പണ്ടേന്ന് കഴിഞ്ഞ്. എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞൊന്നും മൂപ്പരൊന്നും കാട്ടിയില്ല. മൂപ്പര് ഇറക്കലൂല്ല. അങ്ങനെ ഇങ്ങനെയൊന്നും എന്നും പരിക്കാണ്. കൊറേ കാലം പരിക്കറ്റ് കയറുന്നാൾ എറിയാൻ വരികയല്ലേ. അതിനെ പറ്റി ഞങ്ങൾക്ക് ഒരു ബേജാറില്ല. ഞങ്ങള് എല്ലാ തരത്തിലും ബോളിങ്ങിലാണെങ്കിലും ഫീൽഡിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും ഒക്കെ സാറാന്നല്ലേ. ഞങ്ങൾക്ക് അതിനൊക്കെ ഒറ്റ മറുപടി ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. മതി. തലല്ലാതെ മറ്റാര്? അതും ചെപ്പോക്കില് നട്ടുച്ചക്കല്ലേ കളി. ചെപ്പോക്കില് ഉച്ചക്ക് തലന്റെ നേതൃത്വത്തിൽ ടീം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നോക്കാനില്ല. ഞങ്ങൾ കോൺവോയിന് ഇറക്കുന്നുണ്ട്, രജിനും ഉണ്ടാവും. പിന്നെ ഞങ്ങളെ 14 കാര്യം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ 104 ആൾക്കാർ ഞങ്ങളെ വിദേശ താരങ്ങൾ. പിന്നെ ബാക്കി അവിടെയൊക്കെ ആയിട്ട് ആരെങ്കിലും കണ്ട് ഇറക്കിക്കാണ്ട് വിജയ് ശങ്കറിനെ അവർ നിങ്ങളെ ഫില്ലാക്കും. ഇതൊക്കെ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് മൊത്തം ഉഷാറാക്കാൻ തലണ്ട്. പിന്നെ ഒന്നും കൂടി നിങ്ങൾ മിസ് ചെയ്ത് എന്താ ജഡേജ വാരിക്കുഴി നിങ്ങളെ ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് പറ്റിയ പോലെ നിങ്ങൾ ഉണ്ടാക്കും. അതും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഉഷാറാക്കും. അതൊക്കെ ഞങ്ങളിപ്പോ അവിടെ ഞങ്ങൾ തോൽക്കലുണ്ടല്ലോ. ഞങ്ങളെ കോച്ച് പറഞ്ഞു ഇതൊക്കെ വെറുതെ പറയാൻ. ഞങ്ങൾക്ക് ഇവിടെ ഹോം അഡ്വാൻറ്റേജ് ഇല്ല. ഈ പിച്ച് എന്താ ഞങ്ങൾക്ക് തന്നെ പുറത്തം കിട്ടിയിട്ടില്ല. അപ്പൊ ആ രൂപത്തിലുള്ള ഒരു പിച്ചാണ്. നിങ്ങൾ വെറുതെ ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടോ? അഡ്വാൻറ്റേജ് ഉണ്ട്. തല ഉണ്ടാവും, വേറെ ഒന്നും വേണ്ട.